വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ടിപ്സ് ആൻഡ് ട്രിക്സ്. 3 ടിപ്സും ഗൂഗിൾ ക്രോമിലാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ സാധാരണ അതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മെനുവിൽ പോവും, അവിടെ നിന്ന് ഹിസ്റ്ററി എടുക്കും, എന്നിട്ട് അത് നോക്കുകയും ചെയ്യും, ഡിലീറ്റ് ആക്കണേ ഡിലീറ്റ് ആക്കുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ബാക്ക് ബട്ടണില്ലേ, ഇതൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ ഷോ ഫുൾ ഹിസ്റ്ററി വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഹിസ്റ്ററി ഫുള്ളായിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യുക. ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മേലെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ഉണ്ട്, കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. അടിപൊളിയല്ലേ? രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ഥിരമായിട്ടൊരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. ഈ വെബ്സൈറ്റിലേക്ക് ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഏത് വെബ്സൈറ്റാണോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ മേലെ 3 ഡോട്ട് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കാണും, അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹോം സ്ക്രീനിൽ അതിൻ്റെ ഒരു ഐക്കൺ വരും. ഓരോ പ്രാവശ്യവും നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് പോവാം. അതും വളരെ എളുപ്പമല്ലേ? ഇനി ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന നേരം അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന നേരം അതിലുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഭാഗം മാത്രം നമ്മളെ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒന്നിച്ചത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഭാഗം മാത്രം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഷെയർ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലോങ് സ്ക്രീൻഷോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഭാഗമാണോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യേണ്ടി ആ ഭാഗം മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടുന്ന് നമുക്കത് ഷെയർ ചെയ്യുക. ഇവിടെ നമ്മളെ ഫോണിലേക്ക് അത് സേവ് ചെയ്യാനും അല്ലെങ്കിൽ ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. സംഭവം പൊളിച്ചില്ലേ? ഈ 3 ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിഞ്ഞൂടാനൊന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അറിഞ്ഞൂടാത്ത ചങ്ങായിമാരുണ്ടാകല്ലേ, ഓലിക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.